Hi guys, welcome back to my channel. This is Robin. ഇതെൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണ് ഗായ്സ്. എൻ്റെ 100K സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന ചാനൽ അടിച്ചുപോയി ഗായ്സ്. എൻ്റെ പഴയ സബ്സ്ക്രൈബേഴ്സൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക എന്നൊക്കെ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഗായ്സ്. പക്ഷേ എന്ത് ചെയ്യാനാണ്, ഞാൻ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. ഭയങ്കര ഞാൻ ഒരുപാട് ആലോചിച്ചു ഗായ്സ്, ഒരു വീഡിയോ ചെയ്യണോ വേണ്ടയോ എന്ന്. പിന്നെ മേലിറങ്ങാതെ കാശ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ പണിക്കിറങ്ങിയത്. അപ്പോൾ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല, നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ? സത്യം പറഞ്ഞാൽ നമ്മൾ മലയാള സിനിമ വളർന്നുകൊണ്ടിരിക്കുകയാണല്ലേ. കാരണം നമ്മൾ പുറത്തോട്ടൊക്കെ പോകുമ്പോഴത്തേനായാലും ഈ സിനിമ നിങ്ങളുടെ അല്ലേ, ഈ സിനിമയുടെ നായകൻ നിങ്ങളുടെ ഇൻഡസ്ട്രിയിലുള്ളതല്ലേ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷവും അഭിമാനവും രോമാഞ്ചിഫിക്കേഷനൊക്കെ ഉണ്ടാകുന്ന അവസ്ഥകളുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മലയാള സിനിമയിലേക്ക് ഒരുപാട് തുടക്കക്കാരായിട്ടുള്ള ഒരുപാട് ഷോർട്ട് ഫിലിം കൊണ്ടും റീല് വഴിയും ഒക്കെ ഒരുപാട് പേര് കടന്നു വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ റീലുകളെയൊക്കെ നമ്മൾ കാണാറുണ്ട്. ഒരുപാട് ഷോർട്ട് ഫിലിം ചെയ്യുന്ന ആൾക്കാർ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനൊരു അടിപൊളി ഷോർട്ട് ഫിലിം കാണാനിടയായി. ആ ഷോർട്ട് ഫിലിമിൻ്റെ പേര് അനിലിൻ്റെ. ഇത് കണ്ടിട്ട് എനിക്ക് തോന്നിയത് അനിലിന്റെ മെഡൈ എന്റർടൈൻമെന്റ് പ്രസൻസ് എതിരടെ ഷോട്ടാണ് അതെടുത്ത് വെച്ചേക്കുന്നത്. എന്താടാ ഇവിടെ നിൽക്കണേ? എടാ, ഞാൻ ജാനകിയും കൊണ്ട് വന്നതാ. ഓ, അവള് മേയുവാ അല്ലേ? അതെ, കുറേ നാളായി ജാനകിയുമായിട്ട് പുറത്ത് വന്നിട്ട്. ആ, നിനക്ക് ജാനകിയെങ്കിലും ഉണ്ട്. നീ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ഞാൻ ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ലടാ. ജോലി എന്തെങ്കിലും നോക്കാത്ത എന്താ? നമുക്കൊക്കെ ആര് ജോലി തരാനാടാ? ജോലി കൊടുക്കാനില്ല, അതുകൊണ്ടാണോ ചേട്ടൻ ഈ വയലിൽ ഇങ്ങനെ കൈ കെട്ടി നിൽക്കുന്നത്? ഞാൻ ഡാഡിനോട് പറഞ്ഞ് അമേരിക്കയിൽ ഒരു ജോലി വാങ്ങിത്തരട്ടെ? ആ, നീ എവിടെയെങ്കിലും പറഞ്ഞ് ജോലി മേടിച്ചതാ. യുദ്ധഭൂമിയിൽ ഒരു പുതിയ അനിലേ, സുഖമാണോ? കുറെ ആയല്ലോ കണ്ടിട്ട്. സുഖമാണ് ആശേ. നീ എവിടെ പോയതാ? ഞാൻ പഠിക്കാൻ പോയത്. ഈ പ്രായത്തിലാണോ പഠിക്കാൻ പോകുന്നത്? ഈ പ്രായത്തിലും പഠിക്കാം. നമുക്ക് തീവ്രമായ ഇഷ്ടങ്ങളാണ്. അപ്പം നമ്മൾ പഠിച്ചോട്ടെ. അനിലേ, സുഖമാണോ? കുറെ ആയല്ലോ കണ്ടിട്ട്. സുഖമാണ് ആശേ. നീ എവിടെ പോയ? ഞാൻ പഠിക്കാൻ പോയത്. ഇതാരാണ്? ഞാൻ നിന്റെ തന്തയാടാ, തന്ത. അയ്യോ, ഒരാളുടെ തന്തയ്ക്കാണ് എന്റെ ഒരു ആശ്വാസം. ശരി എന്നാ. ശരി എന്നാ, പോവാ. മാനസമൈനെ ഇതാണ്. അല്ല, മാനസമൈനെ ആയിരിക്കില്ല. നിരാശകാമുക ചെമ്മീനിലെ പാട്ടാണോ? നല്ല പാട്ട്. അമേരിക്കയിലേക്ക് പോകുന്ന കാര്യം ഞാൻ ഡാഡിനോട് പറഞ്ഞിട്ടുണ്ട്. നീ ഓക്കെ അല്ലേ? പോകുമല്ലോ. പിന്നെ ആശാൻ ഓക്കെയാണോ? ആശാൻ എന്താ ഓക്കെ അല്ലാത്തത്? ഞാൻ പോവാടാ. നീ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ വിയർക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല. വിയർക്കാൻ പറ്റത്തില്ലേ? വിയർക്കാൻ പറ്റത്തില്ലേ? ആശാന് നീ ഓക്കെ അല്ലേ? അതെന്താ പ്രേതോ? ആക്ഷൻ പറഞ്ഞിട്ട് നീ നിൽക്കുവാണോ? ചേച്ചി പോര്, വാ. ഇവിടെ ഡയലോഗ് പറഞ്ഞു തുടങ്ങി, വേഗം വാ. നീ ഓക്കെ അല്ലേ? നോക്കാം. ശരി. അനിലേ, ആശേ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ ആശേ, പറയൂ. ആ വിഷ്ണു എൻ്റെ പുറകെ ഇഷ്ടമാണെന്നും പറഞ്ഞ് നടക്കുന്നു. എനിക്കിതൊന്നും പുത്തരിയല്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് നമ്മുടെ കൂട്ടുകാരൻ ചേട്ടൻ ഇരിക്കുന്നത്.
നിനക്കിഷ്ടമാണെങ്കിൽ നീ അവനോട് പറയേ. എനിക്ക് നിന്നെയാണ് ഇഷ്ടം. ആശേ, നീ എന്താ പറയുന്നേ? എനിക്ക് നിന്നെ ഇഷ്ടപ്പെടാൻ പറ്റില്ല. ഞാൻ നിന്നെ അങ്ങനെ കണ്ടിട്ടില്ല. നീ നീ എങ്ങനെ കാണുന്നു? ഇങ്ങോട്ട് വാ, നീ കാണിച്ചു തരാം കേട്ടോ. നീ എൻ്റെ പ്രണയം സ്വീകരിച്ചില്ലെങ്കിൽ ഞാനിപ്പോൾ തന്നെ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യും. അയ്യോ, അരുത് സഹോദരി, അരുത്. ഡാ, എന്തേലും ചെയ്യടാ, എന്തേലും ചെയ്. നീ എന്തിനാ വിഷം കഴിക്കുന്നേ? നീ എൻ്റെ പ്രണയം സ്വീകരിച്ചില്ലെങ്കിൽ ഈ വിഷം കഴിച്ച് ഞാൻ ആത്മഹത്യ ചെയ്യും. എന്നാൽ ചെയ്യേ. എനിക്ക് നിന്നേക്കാൾ നല്ല ചെറുക്കനെ കിട്ടും. പിന്നെ എടാ അനിലേ, നിനക്ക് അവളെ ഇഷ്ടമായിരുന്നില്ലേ? ഇല്ലേ, അത് അവളോട് തുറന്ന് പറയാമായിരുന്നല്ലോ. എടാ, എനിക്കവളെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ അവൾക്ക് ചേരുന്ന പയ്യൻ ഞാനല്ലടാ. അവൾക്ക് വേറെ നല്ല ചെറുക്കനെ കിട്ടും. രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട. നീ ചെല്ലാൻ നോക്കി. പെങ്ങളൊക്കെ TSD തന്നെ തുക തരുമോ അളിയ? ആ, നിന്റെ കല്യാണം കഴിഞ്ഞല്ലേ ആശേ? നന്നായി. കല്യാണം കഴിഞ്ഞു, ഡ്രസ്സ് പോലും മാറിയിട്ടില്ല. ഇപ്പൊ അങ്ങോട്ട് ഇവിടുന്ന് കൂടെ പോയതല്ലേ ഉള്ളു, അതിന് കല്യാണവും കഴിഞ്ഞു. നല്ല ചെക്കനെയാ നിനക്ക് കിട്ടിയത്. സന്തോഷമായിട്ടിരിക്കെ. നിങ്ങൾക്കും പെണ്ണ് കിട്ടും കേട്ടോ. പിന്നെ അത് ഇയാളെ പറഞ്ഞിട്ടാണോ എനിക്കറിയാം. അവനെ അറിയാം, അവന് നല്ല പെണ്ണെ കിട്ടും. എടാ, ഇതൊക്കെ നീ ഇങ്ങനെ സഹിക്കുന്നു. നീ എങ്ങനെ സഹിക്കാനാ? ഇതൊക്കെ കാണുന്നത് ഞങ്ങളെങ്ങനെ സഹിക്കും? ഇതൊക്കെ നീ ഇങ്ങനെ സഹിക്കുന്നു. എടാ, എനിക്കിത് സഹിക്കാൻ പറ്റില്ലടാ. അവളില്ലാത്ത ഈ ജീവിതം എനിക്ക് വേണ്ട. അവളില്ലാത്ത ഈ ജീവിതം എനിക്ക് വേണ്ട. ജീവിതം എനിക്ക് വേണ്ട. ഞാൻ ഈ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യും. എന്നാ നീ ഇവിടെ നിൽക്ക്, ഞാനിപ്പോൾ വരാം. ഓ, പറ്റിയ കൂട്ടുകാരനാട്ടോ. എന്നാ നീ ഇവിടെ നിൽക്ക്, ഞാനിപ്പോ വരാം. ഇതും കൂടെ എന്റെ തലയിൽ ആപത്തെന്ന് വിചാരിച്ച് അവൻ കൊന്നൊക്കെ തോടിയാടിപ്പോയി കാണും. ഇവിടെ തികട്ടി ഇറക്കുന്ന വിഷം. So guys, അനിലിന്റെ ഉണ്ട ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ സെക്കൻഡ് പാർട്ട് വരെ കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയും കൂടെ പോസ്റ്റിംഗ് വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. നിന്നെ നീ പരിസരത്ത് കണ്ടുപോരുത്. എന്റെ സ്വഭാവം മഹാപെശക. ഞാൻ ആരാന്ന് നിനക്കറിയില്ല. സോ ഗൈസ്, ഇത്രയൊക്കെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെടാത്തവർ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. ഇപ്പൊ തരാം, തെക്കോട്ട് നോക്കിയിരുന്നോ. ഫസ്റ്റ് വീഡിയോ ആണ്, അതിലുള്ള പോരായ്മകളൊക്കെ ഉണ്ട്. പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പോരായ്മകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നീ എന്താണ് ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിലെ അപമാനം